വട്ടിയൂർക്കട വ്യാജ മാലമോഷണ കേസിൽ മുൻ SI പ്രസാദ് കേസെടുത്തത് അന്വേഷണം നടത്താതെയെന്ന് ബിന്ദുവിന്റെ പരാതിയിലെടുത്ത കേസിലെ FIR. ബിന്ദുവിനെ അന്യായമായി തടങ്കലിൽ വെച്ചു. മുൻ SI പ്രസാദും ASI പ്രസന്നകുമാറും ബിന്ദുവിനെ അസഭ്യം പറഞ്ഞു. ഓമനയും മകൾ നിഷയും വ്യാജമൊഴി നൽകിയെന്നും FIRൽ പറയുന്നു. FIRന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് ബിന്ദു പറഞ്ഞു. എന്നെ കള്ളക്കേസ് കുടുക്കിയ ഓമന ഡാനിയെയും മകളെയും ഇത്രയും വേഗം അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. അതിനുശേഷം ഈ ഓമന ഡാനിയിൽ കൂട്ടുനിന്ന പോലീസുകാരെയും അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്ന് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്നെ കള്ളക്കേസ് കുടുക്കി എന്നെ വേദനിപ്പിക്കുകയും എൻ്റെ ജോലി നഷ്ടപ്പെടുത്തുകയും എൻ്റെ ഉപജീവന മാർഗമാണ് ഇവരെ നഷ്ടപ്പെടുത്തിയത്. അതുകൊണ്ട് ഓമന ഡാനിൽ മകളെയും അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. എനിക്ക് പറയാനുള്ളൂ. ഞാൻ അറിയാത്ത ഒരു തെറ്റാണ് ഇവർ എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തത്. ഓമന ഡാനിലെ മകളെ ഇത്രയും വേഗം അറസ്റ്റ് ചെയ്യുക, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. ഈ മാല എവിടെ നിന്ന് കിട്ടിയെന്നുള്ള കാര്യം എനിക്ക് അറിയണം. ഞാൻ കൊടുത്ത സ്റ്റേഷനിൽ തന്നെയാണ് കേസ് അന്വേഷിക്കേണ്ടത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഇപ്പോൾ ഈ FIRന്റെ പകർപ്പ് ലഭ്യമായിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ FIRൽ നിന്ന് വ്യക്തമാകുന്നു? ഇത്രയും നാളെ ഓമന ഡാനിയലിന്റെ ഒരു പരാതി മാത്രമായിരുന്നുവെങ്കിൽ ഇത്തരം സംഭവങ്ങൾ നടന്നു, അന്യായമായ കസ്റ്റഡിയിൽ വെച്ചു, അസഭ്യം പറഞ്ഞെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ്. ആദ്യമായി പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നതാണ് ഈ റിപ്പോർട്ട്. FIR ഈ FIRൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഓമനയും അതോടൊപ്പം തന്നെ നിഷയും ഈ ബിന്ദുവിനെ ബോധപൂർവം കേസിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരാതിയുമായി അവിടെ വരുന്നത്. അതിനുശേഷം വ്യാജമായി മൊഴി നൽകുകയും ചെയ്തു. ഈ പരാതി ലഭിച്ചതിന് പിന്നാലെ യാതൊരു തരത്തിലുള്ള അന്വേഷണം നടത്താതെയാണ് അന്നത്തെ SI പ്രസാദ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പ്രസാദും അതോടൊപ്പം തന്നെ ASI പ്രസന്നകുമാറും ചേർന്ന് ബിന്ദുവിനെ അസഭ്യം പറയുകയും ചെയ്തുവെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ടുള്ളതാണ് ഈ FIR നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഇതിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. ഈ കേസിന്റെ കുറ്റപത്രം വൈകാതെ തന്നെ സമർപ്പിക്കുമെന്നാണ് അറിയിക്കുന്നത്. SC/ST കമ്മീഷൻ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ പ്രതികൾക്കെതിരെ കുരുക്കുമുറുകുന്നു എന്ന് പറയേണ്ടി വരും. കാരണം SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റി വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും ജാമ്യം ലഭിക്കില്ലാത്ത വകുപ്പുകളാണ്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പ്രതികൾ കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുമുണ്ട്. ശരി.